ഞങ്ങളുടെ നാട്ടിലെ തുരങ്കപാതനെക്കുറിച്ച് ഞാൻ 2 വീഡിയോ ഇട്ടിരുന്നു. ഒന്ന് 2+ മില്യണും ഒന്ന് 1.6 മില്യണും കഴിഞ്ഞിട്ട് മേപ്പാടിയിൽ ലാൻഡ് സ്ലൈഡ് നടക്കുന്നതിന്റെ തലേ ദിവസം ഞങ്ങളുടെ നാട്ടിലെ ആനക്കാമ്പോയിലെ തുരങ്കപാത കാണാൻ പോയെന്ന് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ഒരാൾ കമന്റ് ചെയ്തതാണ് ഇനി അടുത്തത് വരാൻ പോകുന്നത് ഈ ഒരു ദുരന്തമായിരിക്കും. അദ്ദേഹത്തിന് കമന്റ് കണ്ടപ്പോൾ ഞാനും വിചാരിച്ചിരുന്നു അതിനുള്ള വകുപ്പുകളൊന്നും ഇല്ലല്ലോ, പക്ഷേ ഒരു ദിവസം ആകുന്നതിന് മുന്നേ അടുത്ത ദുരന്ത വാർത്തയാണ് നമ്മൾ കേട്ടത്. ഞാൻ ഈ 2 വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് വന്ന ഒരുപാട് വലിയ കമന്റ് ഉണ്ട്. 2024 ജൂലൈ 30 നമ്മളൊക്കെ മറക്കുക, ചൂരൽമല മുണ്ടക്കൈ ദുരന്തം നടന്നത് അറിയില്ലേ? അവിടുന്ന് വെറും ഒരു 5.5-7 കിലോമീറ്റർ കൂടിപ്പോയി ഒരു 10 കിലോമീറ്ററിന്റെ ഉള്ളിൽ വരുന്ന സ്ഥലമാണ് ഈ മേപ്പാടി എന്ന് പറയുന്നത്. അവിടെ എന്തുകൊണ്ട് ഇത്രയും വലിയൊരു പ്രൊജക്ടിന് അനുമതി നൽകിയെന്നാണ് ചോദിക്കുന്നത്. തുടങ്ങിയ ഒരു പദ്ധതി നിർത്താൻ പറ്റാത്തത് കൊണ്ടോ എന്താണെന്ന് അറിയില്ല. കാരണം വെറും 10 കിലോമീറ്ററിന്റെ അപ്പുറത്ത് വലിയൊരു ദുരന്തം നടന്ന് 100-200 ആളുകൾ മരണപ്പെടുകയും ഇത്രത്തോളം വലിയ ഒരുപക്ഷെ ഇന്ത്യയിലെ അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത വലിയൊരു ദുരന്തം നടന്ന ഒരു ഏരിയയാണ്. ഒരു പരിസര പ്രദേശത്ത് പിന്നെയും മല തുറക്കുമ്പോൾ അത് പിന്നെയും പ്രകൃതിയെ ദോഷം ചെയ്യുകയല്ലേ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചു. അതിന്റെ കൃത്യമായ ഒരു ഉത്തരം എന്റെ കയ്യിലില്ല. വയനാട്ടുകാരല്ലാത്ത ആളുകളാണ് ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്നത്. പക്ഷെ വയനാട്ടുകാർ പറയുന്നത് ഇപ്പോഴും പറയുന്നത് ഞങ്ങൾക്ക് ഈ തുരങ്കപാത ആവശ്യമാണ്. കാരണം ഞങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിപ്പെടാനോ അല്ലെങ്കിൽ എയർപോർട്ടിലേക്ക് പോകാനൊന്നും മറ്റു വഴികളില്ല. ഞങ്ങൾ വയനാട്ടുകാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രയാസത്തിനുള്ള പരിഹാരമാണ് ഈ തുരങ്കപാത. അപ്പോൾ കൃത്യമായ സേഫ്റ്റിയും കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് അവിടെ ഇനിയും നടത്താൻ പറ്റുമെങ്കിൽ ഇതെങ്ങനെയെങ്കിലും പൂർത്തീകരിക്കണം എന്നാണ് വയനാട്ടുകാർക്ക് പറയാനുള്ളത്, ഞാൻ മനസ്സിലാക്കുന്നത്.